സോ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പാഠത്തിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്കിലൊരു പ്രോബ്ലം ആണ്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ, ആൻഡ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നമുക്കിവിടെ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അതായത് നമ്മൾ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തിട്ട് ആ നാച്ചുറൽ നമ്പേഴ്സിനെ മൂന്നിനും ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ എന്ത് കിട്ടണം? 1 കിട്ടണം. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? നമ്മൾ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തിട്ട് അതിനെ രണ്ടിനോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആരെ കിട്ടണം? 3 കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് പിന്നെ മൂന്നിനോ ഡിവൈഡ് ചെയ്തിട്ട് 1 റിമൈൻഡർ കിട്ടുന്ന കേസ്. സോ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്. ആദ്യം ഞാൻ ഒന്നെടുക്കുകയാണ്. ഇവിടെ ഞാൻ ചെയ്യാം. ആദ്യം ഒന്നെടുത്തു. ഒന്നിനെ ഞാൻ മൂന്നിനോട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യുമ്പോൾ 0.039 റിമൈൻഡർ എന്ത് കിട്ടി? 1 കിട്ടി. സോ 1 ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റിൽ 1 ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ 1 കിട്ടുന്നുണ്ട്. സോ ഞാൻ 1 മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? 2നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.06 ടൈം 18 2. ഇവിടെ റിമൈൻഡർ എന്താ കിട്ടുന്നത്? 2. സോ ഇത് എടുക്കണ്ട. 3നെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ വരുന്നത്. സോ നമ്മൾ നാച്ചുറൽ നമ്പറിൽ ആരെ എടുക്കണ്ട? സീക്വൻസിൽ 2ന് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യണം. സോ നമ്മൾ നെക്സ്റ്റ് 2 ചെയ്തു. ഇനി 3 ഡിവൈഡഡ് ബൈ 3 നമുക്കറിയാം. 1 ടൈംസ് 3 0. റിമൈൻഡർ എന്താ വരുന്നത്? 0. സോ ഇതും യൂസ് ചെയ്യണ്ട. ഇനി നമുക്ക് 3നെ ആരോ ഡിവൈഡ് ചെയ്യാം? 4 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ടൈംസ് 3 എന്ത് കിട്ടും? 1 റിമൈൻഡർ കിട്ടും. സോ നമ്മൾ ആരെടുക്കണം? നാച്ചുറൽ നമ്പർ 4നെ സീക്വൻസിലേക്ക് എടുക്കണം. സോ നെക്സ്റ്റ് നമ്മൾ 5 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 3 ഇത് നമുക്ക് 1 ടൈംസ് 3 റിമൈൻഡർ എന്താ വരുന്നത്? 2. സോ റിമൈൻഡർ 2 വരുന്ന കേസ് എടുക്കണ്ട. സോ നമുക്ക് 6 എടുത്താൽ എന്താണ്? 3 2 6 റിമൈൻഡർ എന്താ വരുന്നത്? 0. ഇതും എടുക്കണ്ട. സോ നമുക്ക് 7 എടുക്കാം. 3 2 6 റിമൈൻഡർ എന്ത് വന്നു? 7. സോ മനസ്സിലായില്ലേ? ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യേണ്ടത്? കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന ഒരു സീക്വൻസ് എഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിനെ 1 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ ആരോ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടേണ്ടത്. റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മൾ 1 എടുത്തു. 1നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടണം അല്ലേ. 1 ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. 1 ഡിവൈഡ് 0 എത്ര ടൈംസ് പോകും? 3 ടൈംസ് 9 ബാലൻസ് 1 ആണ്. ഇതെടുക്കണ്ട. സോ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 3.06 ടൈംസ് 18 റിമൈൻഡർ എന്ത് കിട്ടി? 2. സോ നമ്മളെ സെക്കൻഡ് സെറ്റിൽ ആരാ ഫസ്റ്റ് വരാ? 2. നമ്മൾ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1 ടൈംസ് പോയിട്ട് 3 എടുക്കണ്ട. 4 എടുക്കുമ്പോൾ 1 ആണ് റിമൈൻഡർ വരിക. നെക്സ്റ്റ് ആര് എടുക്കേണ്ടത്? 5. 5നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 1 ടൈംസ് 3 റിമൈൻഡർ എന്ത് കിട്ടും? 2. നെക്സ്റ്റ് അപ്പോൾ ആരെടുക്കണ്ടേ? 5 ആണേ. 5 വരും ഇവിടെ. നെക്സ്റ്റ് 6 എടുത്താൽ കംപ്ലീറ്റ്ലി 3 ഡിവൈഡ് ചെയ്ത് പോകില്ലേ. 2 ടൈംസ് 6 0. അപ്പോൾ 6 എടുക്കണ്ട. അപ്പം 6 എടുക്കുമ്പോൾ റിമൈൻഡർ 0 കിട്ടി. 7 എടുക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടി. അപ്പോൾ 8 എടുക്കുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 2. സോ 8 എടുക്കാം. പിന്നെ അടുത്ത 9 എടുക്കുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 0 കിട്ടും. 10 എടുക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. 11 എടുക്കുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടും? 2 കിട്ടും. സോ 11. സോ നമുക്ക് ഒരു ട്രിക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നില്ല. ആ ട്രിക്ക് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് മനസ്സിലാക്കാം. സോ ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എഴുതു. ദ സീക്വൻസ് ഓഫ് ആൻ ഈവൻ നമ്പർ ഗിവൺ ബിലോ 2 4 6. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. 2 4 6. അടുത്ത നമ്പർ എന്തായിരിക്കും? നമുക്കറിയാം 8. പിന്നെ ആരാ? 10. സോ നമുക്ക് ഈ 8 10 ആണെന്ന് എന്തുകൊണ്ടാണ് മനസ്സിലായത്? 2ന്റെ കൂടെ 2 കൂട്ടിയാൽ 4, 4ന്റെ കൂടെ 2 കൂട്ടിയാൽ 6, 6ന്റെ കൂടെ 2 കൂട്ടിയാൽ 8, 8ന്റെ കൂടെ 2 കൂട്ടിയാൽ 10. സിമിലർലി നമുക്ക് എങ്ങനെ നോക്കാം? 10ൽ നിന്ന് 2 കുറച്ചാൽ 8, 8ൽ നിന്ന് 2 കുറച്ചാൽ 6, 6ൽ നിന്ന് 2 കുറച്ചാൽ 4, 4ൽ നിന്ന് 2 കുറച്ചാൽ 2. സോ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ കൂട്ടിയിട്ടാണ് പോകേണ്ടത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് പോകണം. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. സോ നമുക്കിവിടെ ഒരു പ്രത്യേകത കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ മേലെ വരുന്ന ആൾക്കാരെല്ലാം എന്താണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ഒരു വലിയ തൊട്ട് റൈറ്റിലെ നമ്പറിന് ലെഫ്റ്റിലെ നമ്പറിനെ കുറക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? സെയിം നമ്പറാണ് കിട്ടുന്നത്. 2 ആണ് കിട്ടുന്നത്. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ്. അതായത് അഡ്ജസൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്
കുറക്കുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള ഡിഫറൻസ് കിട്ടണം. അങ്ങനെയുള്ള ഒരു സീക്വൻസിനെ മാത്രമാണ് നമ്മൾ എന്ത് വിളിക്കുക, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു സീക്വൻസ് എടുക്കുന്നു വിചാരിക്കുക. ഞാൻ 1, 3, 4, 5, 6 ഇങ്ങനെയൊരു സീക്വൻസ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇത് അരിത്തമാറ്റിക് ആണോ അല്ലയോ നോക്കാൻ ഞാൻ എന്താ പറഞ്ഞത്, അതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്താന്ന് പറയാൻ പറ്റുള്ളൂ, അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എന്ത് ഡയറക്റ്റ്ലി പറയാം, യെസ് ഇറ്റ് ഈസ് എ സീക്വൻസ് എന്ന് പറയാം, സീക്വൻസ് ആണെന്ന് അറിയാം. പക്ഷെ അത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരിടയിലുള്ള ഡിഫറൻസ് സെയിം ആണോ നോക്കണം. സോ ഞാൻ ഇവിടുന്ന് 6ന്ന് 5 കുറച്ചാൽ 1. ഓക്കെ, 6ന്ന് 5 കുറച്ചാൽ 1, 5ന്ന് 4 കുറച്ചാൽ എന്ത് തന്നെ കിട്ടുന്നത്, 1. 4ന്ന് 3 കുറച്ചാൽ എന്താ കിട്ടുന്നത്, 1. 3ന്ന് 1 കുറച്ചാൽ എന്താ കിട്ടുന്നത്, 2. ഇത്രയും നമുക്ക് 1 1 തന്നെ കിട്ടി. പക്ഷെ ഇവിടെ എത്തുമ്പോൾ എന്തായി, 2 ആയി. സോ നമുക്കിത് സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റുമോ, നോ, ഇറ്റ് ഈസ് നോട്ട് അരിത്തമാറ്റിക് സീക്വൻസ്. ബട്ട് ഇറ്റ് ഈസ് എ സീക്വൻസ് ആണ്, പക്ഷെ അതെന്തല്ല, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസും തമ്മിലെ വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണ്. അതായത് ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, ഡിഫറൻസ് സെയിം ആയിരിക്കണം. അതിന് നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാ വിളിക്കുക. കോമൺ ഡിഫറൻസ്, അതായത് എല്ലാ ഡിഫറൻസും ഇവരിടയിലെ ഡിഫറൻസ് സെയിം ആകുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും, കോമൺ ഡിഫറൻസ്. ആ ടേം നമ്മൾ പറയാം. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ വെദർ ദ സീക്വൻസ് ഈസ് അരിത്തമാറ്റിക് ഓർ നോട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഫസ്റ്റ് ഡ്യൂട്ടി എന്താ, അവരിടയിൽ വരുന്ന ഡിഫറൻസ് സെയിം ആണോ നോക്കുക. ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ അത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ, നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, 8, 10. സോ ഇഫ് ദ സീക്വൻസ് ഓഫ് എൻ ഓഡ് നമ്പർ ഈസ് 1, 2, 3, വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ, നമുക്ക് എഴുതാം. ഓഡ് നമ്പറിൽ അടുത്ത ആര വരെ 7, 9, 11. ഓക്കെ, ഹാഫ് ഓഫ് എ നാച്ചുറൽ നമ്പർ, അതെങ്ങനെ സോൾവ് ചെയ്യുക, ഹാഫ് 1, 1 1/2, നെക്സ്റ്റ് എന്ത് വരും, 2. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസ് എഴുതാൻ പറ്റും. ഓക്കെ, the polygon of the sum of outer angle of the sequence of the sum of the outer angle of a polygon are in the order 360, 360, 360. Here we can say that the sequence start at 360 numbers differ proceeding 0. Okay, 360, 360, 360. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിന് ഈ നമ്പർ കുറക്കാം. 360 360 കുറച്ചാൽ 0, 360 360 കുറച്ചാൽ 0. സോ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ത് തന്നെയാണ്, 0 ആണ്. നമ്മൾ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്, കുറക്കുമ്പോൾ അതിന് എന്താ പറയാ, ഡിഫറൻസ് എന്നല്ലേ പറയാ. കൂട്ടുമ്പോൾ അതിന് എന്ത് പറയും, സം. അപ്പം ഇവിടെ നമ്മൾ ഡിഫറൻസ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്, കോമൺ ആണ്, 0 ആണ്. സോ നമ്മളുടെ കോമൺ ഡിഫറൻസ് എന്താണ്, സെയിം ആണ്. സോ നമുക്കിത് എന്താന്ന് പറയാം, ദിസ് സീക്വൻസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, എ വാട്ടർ ഫ്ലോ ഔട്ട് ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് 100 ലിറ്റർ ഓഫ് വാട്ടർ അറ്റ് റേറ്റ് ഓഫ് 5 ലിറ്റർ ഓരോ ഹവറിലും. അതായത് ആദ്യം 100 ലിറ്റർ ഉണ്ടായത്, ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതെന്തായി, 5 ലിറ്റർ കുറഞ്ഞിട്ട് 95 ആയി, പിന്നെ 90 ആയി, 85 ആയി, 80 ആയി. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 1 ഹവർ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിറ്റേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടുന്ന് തുടങ്ങുക, റൈറ്റിന്ന് തുടങ്ങുക. 80ന്ന് 80 മൈനസ് 85 ചെയ്യുക. സോ നമ്മൾ ചെറിയ നമ്പർ എന്നാണ് വലിയ നമ്പർ ഓർക്കുന്നത് അല്ലെ. പൊതുവെ നമുക്ക് 5ന്ന് 4 കുറക്കാൻ പറഞ്ഞാൽ എളുപ്പം 1 കിട്ടും. ഇപ്പൊ 4ന്ന് 5 കുറക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിംപിളി 5ന്ന് 4 കുറച്ച് 1 എഴുതുക. പക്ഷെ അതിന് മുന്നിൽ എന്ത് കൊടുക്കും, ഒരു നെഗറ്റീവ് സൈൻ. കാരണം നമ്മൾ ചെറുതെന്ന് വലുത് കുറക്കാനാണ് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും, -5. So 85 minus 90, -5. 90 minus 95, -5. 95 minus 100, -5. സോ കണ്ടോ, ഇവിടെ എല്ലാവരെയും ഡിഫറൻസ് എന്താ വരുന്നത്, 5 ആണ്. ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതെന്താന്ന് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡിഫൈൻ ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ്, കുറേ ഡെഫിനിഷൻ ഒക്കെ തന്നിട്ടാണ് എഴുതില്ല. സിംപിളി നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്തായാൽ മതി, സെയിം ആയാലും നമുക്ക് അതിന് അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും.
Okay, so a sequence starting with a number and proceeding by adding one number again and again is called arithmetic sequence. For example, ഇത് കണ്ടോ, വൺ നമ്പർ എഗെയിൻ ആൻഡ് എഗെയിൻ, അതായത് സെയിം നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകണം. സോ 2 4 6 8 10. സോ നമ്മൾ 2ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 4, 4ൻ്റെ കൂടെ 2 കൂട്ടിയാലാണ് 6. അപ്പോൾ നമ്മൾ ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോഴാണ് ഇതെന്താവുന്നത്, അരിത്തമാറ്റിക് സീക്വൻസ് ആകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്തെന്ന് വിചാരിക്കുക. ഞാൻ 3 6 10 ഓക്കെ 50 ഇങ്ങനെയുള്ളൊരു സീക്വൻസ് എടുത്തു. ഇത് സീക്വൻസിനെ പറഞ്ഞുള്ളൂ, അരിത്തമാറ്റിക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. സോ നമ്മൾ 3ൻ്റെ കൂടെ 3 കൂട്ടിയാലാണ് 6, 6ൻ്റെ കൂടെ 4 കൂട്ടിയാലാണ് 10, 10ൻ്റെ കൂടെ 5 കൂട്ടിയാലാണ് 15. നമുക്ക് ഇവിടെ കിട്ടുന്ന കണ്ടോ, നമ്മൾ ഇവിടെയുള്ള കൂട്ടുന്ന ആൾ എന്താണ്, ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഇവിടെ കൂട്ടുന്ന ആൾ എന്താണ്, സെയിം ആണ് അല്ലേ. സോ മേലെ നമ്മൾ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്ന ആൾ സെയിം ആയാൽ മാത്രമാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുക, അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്ന ആൾ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ സിംപ്ലി അതിനെ സീക്വൻസ് എന്ന് മാത്രം വിളിക്കും, അരിത്തമാറ്റിക് അല്ല. അങ്ങനെയാണ് നമുക്കൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. സോ അരിത്തമാറ്റിക് സീക്വൻസിൽ വേറെ പഠിക്കേണ്ട ഒരു ടേം ആണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് അത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് കോമൺ ഡിഫറൻസ്. ഇവിടെ ഒരു സീക്വൻസ് കാണുന്നുണ്ട് 10 13 16 19 22. ഞാൻ പറഞ്ഞു നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പം കൂട്ടിയിട്ടാണ് പോവുക, കൂട്ടി പോകണം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, കുറക്കണം. സോ ഞാൻ 22 നിന്ന് 19 കുറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 3 കിട്ടും അല്ലേ, 3. ഓക്കെ, കുറച്ചപ്പോൾ 3 കിട്ടി. ഇനി 19 16 കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 19 മൈനസ് 16 കുറച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 3 തന്നെ കിട്ടി. ഇനി 16 13 കുറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, 3. 13 10 കുറക്കുമ്പോൾ എന്ത് കിട്ടി, 3. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ കോമൺ ഡിഫറൻസ് എന്നാ പറയാം. അപ്പൊ നമ്മൾ കുറക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൂട്ടുന്നത് അവിടെ നിൽക്കട്ടെ. കോമൺ ഡിഫറൻസ് ഇവിടെ കണ്ടോ, ഇവിടെ കുറക്കുമ്പോഴെല്ലാം ഒരേ നമ്പറാണ് കിട്ടുന്നത്, 3 3 3. സോ ഇതിന് നമ്മൾ എന്ത് വിളിക്കും, കോമൺ ഡിഫറൻസ്. ഈ കോമൺ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അരിത്തമാറ്റിക് സീക്വൻസ് സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് നമ്മൾ സ്മോൾ ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, കുറച്ചിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ കാണും, അതിൽ നമ്മൾ സ്മോൾ ഡി കാണും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ പഠിക്കണം എന്താണ് സ്മോൾ ഡി. സ്മോൾ ഡി കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി, റൈറ്റിലുള്ള ടേമിനെ ലെഫ്റ്റിലുള്ള ടേം വെച്ചിട്ട് കുറച്ചാൽ കിട്ടുന്ന നമ്പറാണ് എന്ത്, കോമൺ ഡിഫറൻസ്. ഓക്കെ, സോ ഈ ഒരു സീക്വൻസ് നോക്കിയേ, -2 -2 1 4 10 7. സോ നമ്മൾ 7 10 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതാ നമ്മൾ 7 എന്നാണ് 10 കുറക്കുന്നത്. ഇതാ ശ്രദ്ധിക്കണേ, 7 എന്ന് 10 കുറക്കുമ്പോൾ ഇവിടെയുള്ള ഡിഫറൻസ് എന്താ വരാ, ചെറിയ നമ്പർ എന്നാണ് വലിയ നമ്പർ കുറക്കുന്നത്. സോ നമ്മൾ 3 എഴുതിയിട്ട് എന്ത് ഇട്ട് കൊടുക്കണം, മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി 4 7 കുറക്കുമ്പോൾ 4 7 4 7 കുറക്കുമ്പോൾ ചെറുതെന്ന് വലുത് കുറക്കുന്നതുകൊണ്ട് 3 ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, മൈനസ് ഇടുക കേട്ടോ. ഇനി -2 -1. ഓക്കെ, -2 -1, അതായത് -2 എന്ന് 1 കുറക്കുക, -2 -1. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ മൈനസും വന്നാൽ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പം 2 + 1 സിമ്പിൾ നോക്കാണ്ട് പ്ലസ് ചെയ്യുക 3, എന്നിട്ട് ഏതിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം, മൈനസിന്റെ സിമ്പിൾ. ഇങ്ങനെ സോൾവ് ചെയ്യാം. സോ ഇതിന്റെ ഡിഫറൻസ് എന്ത് തന്നെയാണ് വരുന്നത്, 3. സോ കണ്ടോ ഇവിടെ ഡിഫറൻസ് എന്താ വരുന്നത്, -3 -3. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോമൺ ഡിഫറൻസ് പോസിറ്റീവും വരാം നെഗറ്റീവും വരാം, പക്ഷെ കിട്ടുന്ന ഡിഫറൻസ് എല്ലാം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസ് ഗിവൺ ബിലോ ഈസ് അരിത്തമാറ്റിക് സീക്വൻസ്. സോ അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ ദ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, കോമൺ ഡിഫറൻസ്.